പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുരിങ്ങയ്ക്ക തക്കാളിക്കറിയാണ്. ഇതെങ്ങനെയാണ് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിക്ക, മുരിങ്ങയ്ക്ക, അതുപോലെ 2 പച്ചമുളക് ഇവ നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വേവിക്കാൻ വേണ്ടി വെക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് നമുക്കിനിയും അരിഞ്ഞു വെച്ചേക്കുന്ന ഈ മുരിങ്ങയ്ക്കായും തക്കാളിക്കയും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇതിനി വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ തക്കാളി മുരിങ്ങയ്ക്ക കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ വേണം, ജീരകം വേണം, ഒരു 3-4 വെളുത്തുള്ളി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ജാറിലിട്ട് അരച്ചെടുത്തിട്ട് വരാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിക്കായും മുരിങ്ങയ്ക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടത് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയം അതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ ചേർത്തിളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് വാങ്ങി വെച്ച് കടുക് വറുത്തൊഴിക്കാം. അങ്ങനെ നമ്മുടെ കടുക് വറുക്കാനുള്ള ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് നന്നായി ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നു. അതിലേക്ക് നമുക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി, വറ്റൽമുളക്, കറിവേപ്പില. നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിക്ക മുരിങ്ങയ്ക്ക കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.